വാർത്തകളിലേക്ക് വിശദമായി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ആദ്യം പോകുന്നത്. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. കോട്ടയം നട്ടാശ്ശേരിയിൽ ഉദ്യോഗസ്ഥരെ തടയാൻ നാട്ടുകാർ തടിച്ചുകൂടി. പോലീസ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. അതേസമയം മാടപ്പള്ളിയിൽ പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. ജില്ലയിൽ സർവേ നടപടികൾ തടയുമെന്ന് സമരസമിതി വ്യക്തമാക്കി. കോഴിക്കോട് കല്ലായിലും ഇന്നും പ്രതിഷേധം തുടരും. മലപ്പുറം തിരുനാവായയിൽ കനത്ത പ്രതിഷേധം കണക്കിലെടുത്ത് സർവേ നടപടികൾ മാറ്റിവെച്ചു. കോട്ടയത്തു നിന്നും ജി ശ്രീജിത്ത്, മലപ്പുറത്തു നിന്നും CV അനുമോദ്, കോഴിക്കോട് നിന്നും ലിനിഷ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, നട്ടാശ്ശേരിയിലെ വിവരങ്ങൾ ആദ്യമായാണ് നട്ടാശ്ശേരിയിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ആളുകൾ എല്ലാവരും തന്നെ ഒത്തുകൂടുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. എന്തായാലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമെന്നറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഇവിടെ കല്ലിടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഇവിടെ നാട്ടുകാർ വലിയ രീതിയിൽ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരുടെ ഒരു പ്രതിഷേധ യോഗം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും കൂടുതൽ പോലീസും മറ്റും ഇവിടേക്ക് എത്തിച്ചേരുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഉദ്യോഗസ്ഥർ വരും എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും? സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു സൂചന കിട്ടിയതുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. ഇപ്പം പെരുമ്പായിക്കാട് വില്ലേജ് മാത്രമാണ് ഈ കല്ലിടിയിൽ നടക്കാതിരുന്നത്. ബാക്കി എല്ലായിടത്തും നടന്നിട്ടുണ്ട്. മാടപ്പള്ളിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിഷയങ്ങളെല്ലാം അറിയാമല്ലോ. ഇനി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വന്നാൽ ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ തടയും. മരണം വരെ സമരം ചെയ്യും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സർക്കാരിന്റെ ഒരു പദ്ധതിയോട് ഒരു വിശ്വാസം നിങ്ങൾക്കില്ല? ഈ സർക്കാരിന്റെ ഈ പദ്ധതിയിൽ ആർക്ക് എന്ത് പ്രയോജനം? ഞാനൊരു ഇവിടുത്തെ ഒരു എൻ്റെ സ്ഥലമൊന്നും പോകുന്നതല്ല. അവിടെ ഒരു വായനശാലയുണ്ട്, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇത് മുട്ടമ്പലത്തു നിന്ന് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വായനശാല ഇടിഞ്ഞു വീഴും. നിങ്ങൾ അതുകൂടെ പോയി റിപ്പോർട്ട് ചെയ്യണം. ആ വായനശാല ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന ആ വായനശാല മുട്ടമ്പലത്തെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വായനശാല ഇടിഞ്ഞു വീഴും. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ 500 മീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടാകുമെന്ന്. ആ ചരിത്രങ്ങൾ വഴക്കമുള്ള വായനശാല അത്. ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യാണ്. ഞാൻ ആരാണെന്നറിയോ? ഞാൻ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. അതുകൊണ്ടാണ് ഇത് ഈ സമരത്തിൽ ഇറങ്ങിയേക്കുന്നത്. സുരേഷ്, അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അമ്മമാരൊക്കെ ഉണ്ട്. എന്താണ് പറയാനുള്ള അമ്മേ? ഞങ്ങൾക്ക് ഇവിടെ കല്ലിടാൻ പറ്റത്തില്ല. എന്നാന്നറിയോ, ഞങ്ങൾ ലോണും ഒക്കെ എടുത്ത് പണിത ഒരു ചെറിയ പെരയാണ്. അത് കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളെല്ലാവരും കൊന്നിട്ട് കല്ലിട്ടിട്ട് പോക്കോട്ടെ. ഞങ്ങൾ ഇനി സമ്മതിക്കത്തേ ഇല്ല, ഒരിക്കലും സമ്മതിക്കുകയില്ല. സുരേഷ്, ഇതാണ് പ്രതികരണം വരുന്നത്. എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ഇവിടെ ഈ സമരത്തിൽ ഒരുപക്ഷെ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു അമ്മയുണ്ട്. ആ അമ്മയോട് നമുക്ക് ചോദിക്കാം, എന്താണ് സമരരംഗത്ത് ഇറങ്ങുകയാണോ? എന്താണ് പറയാനുള്ളത്? എൻ്റെ സാറേ, ഞങ്ങൾക്ക് ഈ 5-6 വീടുണ്ട്. അവർക്കൊക്കെ ഈ 3-4 സെന്റ് വീടേ ഉള്ളൂ. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട ഒരു വീട് വെച്ച് അത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? വെള്ളം വരുമ്പം ഞങ്ങളെല്ലാം ഈ സ്കൂളിൻ്റെ അവിടെ അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ കിടക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഒരു വീട് വയ്ക്കാനോ 10 രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനോ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളൊരു വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലവും ഇല്ല. ഞങ്ങൾ എങ്ങോട്ട് പോകും? അത് സാറൊന്ന് പറ. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ മരിച്ചു വീണാലും ഇവിടെ കിടന്ന് മരിക്കുന്നതല്ലാതെ വേറൊരിടത്തോട്ട് ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ ജനിച്ച് വളർന്നു ഒരു നാളിത്. അമ്പലമുണ്ട്, ഇവിടെ സ്കൂളുണ്ട്, കോളേജുണ്ട്. ഈ തരത്തിനെല്ലാം വെട്ടിമുറിച്ചും കൊണ്ട് എന്ത് നേടാനാണ്? ഈ ജനങ്ങളെല്ലാം എങ്ങോട്ട് പോകും? ഒരു 10-20 വീടുണ്ട് ഈ ഇത്രയെല്ലാം. ഇവരൊക്കെ കൂടെ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ വഴക്കം വയ്യാതെ യാതൊന്നും ഇല്ലാതെ കഴിയുന്ന കൂട്ടരാ. പോലീസ് വരുമായിരിക്കും. പോലീസ് വന്നോട്ടെ, വലിച്ചോണ്ട് പോക്കോട്ടെ, അല്ലെ അവർ കൊന്നോട്ടെ. ചാകുന്നതിന് ഒരു മടിയില്ല എനിക്ക്.
എന്തായാലും ഇതാണ് ഒരു അമ്മയുടെ പ്രതികരണമാണ്. ഒരുപക്ഷെ ഈ സമരത്തിൽ ഇവിടെ പങ്കെടുക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു സമരം രംഗത്തുള്ള ഒരു അമ്മയാണത്. എന്താണ് ചേച്ചി പറയാനുള്ളത്? സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവർ എവിടെ സ്ഥലം തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ലൈഫ് മിഷന്റെ ഒക്കെ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ട് ഒറ്റ വീട് പോലും ഇതുവരെ പണിതിട്ടില്ല. അതിനുള്ള കാശ് ജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ അതിനുവേണ്ടി സ്ഥലം ഈ മേഖലയിൽ ഇവിടെയൊക്കെ ഒത്തിരി അപേക്ഷകൾ മേടിച്ചിട്ട് ആർക്കും ഈ കോട്ടയം നഗരസഭയെ കൊടുക്കാൻ ഭൂമിയില്ല. അതുകൊണ്ട് ലൈഫ് മിഷന്റെ ഒറ്റ വീട് പോലും പണിതിട്ടില്ല. ഞങ്ങളൊക്കെ PMAYയുടെ പദ്ധതി പ്രകാരം പണിത വീടുകൾ താമസിക്കാൻ തുടങ്ങി അധികം നാളായില്ല. ഞങ്ങളുടെ അതിന്റെ കടബാധ്യത പോലും തീർന്നിട്ടില്ല. ഞങ്ങളെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഇവരെവിടെ വേറെ സ്ഥലം തരാനാ? ലൈഫ് മിഷന്റെ പദ്ധതിക്ക് പോലും കൊടുക്കാൻ സ്ഥലമില്ലാത്തവർ അവിടെ ഞങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവർ സ്ഥലം തരുമെന്ന് പറയുന്നത് എന്താ? ചുമ്മാ കൊണ്ടുവന്ന് കുറ്റി അടിച്ചിട്ട് പോകാൻ പറ്റുമോ? സ്വന്തം ഭൂമിയിൽ സർക്കാരിന്റെ കുറ്റി പൊതുമുതൽ നശിപ്പിക്കുന്നെന്ന് പറഞ്ഞു. നമ്മുടെ ഭൂമി കൊണ്ട കുറ്റി അടിച്ചിട്ട് അത് പറിച്ചു കളയാൻ മേലെ. അങ്ങനെ കുറ്റി അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കേസ് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. കേസ് വന്നാലും ഞങ്ങളുടെ സ്വന്തം ഭൂമിയിൽ എന്ത് ചെയ്യാമെന്നാണോ? ഞങ്ങൾ കര അടയ്ക്കുന്ന, ഞങ്ങൾ സർക്കാരിന് നികുതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ കര അടയ്ക്കുന്ന ഞങ്ങളുടെ വസ്തുവിനകത്ത് കൊണ്ട് കുറ്റി അടിച്ചിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ അത് ധാർഷ്ട്യമായിട്ടുള്ള നടപടിയല്ലേ? അങ്ങനെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. അതിനകത്ത് ജാതിമത വ്യത്യാസം ഒന്നുമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത്. സുരേഷ, ഇതാണ് കാഴ്ച. ഇവിടെ ഒരുപാട് സ്ത്രീകളും മറ്റും കാത്ത് നിൽക്കുകയാണ്. എന്തായാലും ഉദ്യോഗസ്ഥർ ഏതാണ്ട് അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്താനാണ് കോട്ടയം DYSP കേരയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനനുസരിച്ചായിരിക്കും. ഇവിടെ പല മേഖലകളിലുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെയും കല്ലിടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി വിവിധ മേഖലകളിൽ സംഘടിച്ച് ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ശ്രീജിത്ത്, ഇതോടൊപ്പം തന്നെയാണ് മാടപ്പള്ളിയിലെ സംഭവം എന്ന് പറയുന്നത്. അവിടെ പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ജില്ലയിൽ സർവേ നടപടികൾ തടയുമെന്ന് പറഞ്ഞ് സമരം നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായത്. കാരണം വീട്ടുമുറ്റത്ത് നിന്നവർക്കെതിരെ, സ്വന്തം സ്ഥലത്ത് നിന്നവർക്കെതിരെ, വീട്ടിന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഒക്കെ കേസെടുത്തു എന്നാണ് പറയുന്നത്. മാടപ്പള്ളിയിലെ വിവരങ്ങൾ കൂടി ശ്രീജിത്ത്. സുരേഷ്, തീർച്ചയായും. അതായത് ഈ പോലീസ് എന്തായിരിക്കും ഇനി ഇതിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. പോലീസിനെ തടഞ്ഞാൽ, കല്ല് പിഴുതെറിഞ്ഞാൽ എന്താകും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ മാടപ്പള്ളിയിൽ ഇന്നലെ കേസെടുത്തതിലൂടെ വ്യക്തമായിരിക്കുന്നത്. എല്ലാം ജാമ്യമില്ലാത്ത വകുപ്പാണ്. അതായത് പോലീസ് സ്റ്റേഷൻ ഉപരോധം ഒഴികെ ആകെ 5 കേസുകളാണ്. ഇതിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധം ഒഴികെയുള്ള 4 കേസുകളും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ജിജി ഫിലിപ്പിനെതിരെ ഈ കുട്ടിയുമായി സമരത്തിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം തന്നെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ നടപടികൾ തുടരുകയാണ്. നട്ടാശ്ശേരിയിൽ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തൊരു സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥരെത്തി എന്നുള്ള വിവരം സമരക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ കല്ലിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമരക്കാർ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ് പോലീസിനെ എതിർക്കാൻ. ശ്രീജിത്തും ഒരുപക്ഷെ അങ്ങോട്ട് നീങ്ങുകയായിരിക്കും. ഏതായാലും നട്ടാശ്ശേരിയിലും നട്ടാശ്ശേരിക്ക് അടുത്തുമൊക്കെയാണ് കോട്ടയത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നത്. ശ്രീജിത്തിലേക്ക് ഞാൻ പിന്നീട് വരാം.